ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 6ാം ക്ലാസ് വാർഷിക പരീക്ഷയ്ക്ക് 2025 താരീഖുൽ ഇസ്ലാം നടന്നതിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളൊക്കെ നോക്കി ഉത്തരങ്ങളൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ പാഠഭാഗത്തിൻ്റെ കൂടുതൽ റിവിഷനായിട്ട് പറയുന്നില്ല. മുമ്പ് ചെയ്ത വീഡിയോസൊക്കെ ഉപകാരപ്പെടുത്തുക, അതിലൊക്കെ കൂടുതൽ റിവിഷനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 1. ദാവൂദ് അലൈഹി ഇസ്ലാം വഫാത്തായ സ്ഥലം. ദാവൂദ് അലൈഹി ഇസ്ലാം വഫാത്തായത് ബൈത്തുൽ മുഖദ്ദസ് ആണ്. അപ്പോൾ അത് ടിക്ക് ചെയ്യാം. ഇസാഖ് അലൈഹി ഇസ്ലാമിൻ്റെ സന്താന പരമ്പരയിൽ ജനിച്ചു. ഇസാഖ് അലൈഹി ഇസ്ലാമിൻ്റെ സന്താന പരമ്പരയിൽ ജനിച്ചു അയ്യൂബ് അലൈഹി ഇസ്ലാം. അയ്യൂബ് അലൈഹി ഇസ്ലാം. അടുത്തത്, ഇല്യാസ് അലൈഹി ഇസ്ലാമിനെ പ്രവാചകനായി നിയോഗിക്കപ്പെട്ട നാട് ബയലബക്കാണ്. ബയലബക്കിലേക്കാണ് ഇല്യാസ് അലൈഹി ഇസ്ലാമിനെ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടത്. വഫാത്താകുമ്പോൾ സുലൈമാൻ അലൈഹി ഇസ്ലാമിൻ്റെ വയസ്സ് 53 വയസ്സായിരുന്നു. സുലൈമാൻ അലൈഹി ഇസ്ലാമിൻ്റെ വയസ്സ് 53 വയസ്സായിരുന്നു. ദാവൂദ് അലൈഹി ഇസ്ലാമിൻ്റെ ഭരണകാലം 40 വർഷമായിരുന്നു. ഭരണകാലം 40 വർഷം. ഇല്യാസ് അലൈഹി ഇസ്ലാം വസിയത്ത് ചെയ്ത് ഏൽപ്പിച്ച പ്രതിനിധി. ഇല്യാസ് അലൈഹി ഇസ്ലാം വസിയത്ത് ചെയ്ത് ഏൽപ്പിച്ച പ്രതിനിധിയാണ് അല്യസ്. അപ്പോൾ അത് ടിക്ക് ചെയ്യാം. അടുത്ത ഇനി ചേരുമ്പടി ചേർക്കാനാണ്. മറിയം ബീവിയുടെ പിതാവ്. മറിയം ബീവിയുടെ ഇമ്രാൻ്റെ മകളാണ് മറിയം ബീവി. അടുത്തത്, ഇസ്രായേലരുടെ രാജാവ് തോലൂത്ത്. ഇസ്രായേലരുടെ രാജാവാണ് തോലൂത്ത്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ പുത്രനാണ് മദിയൻ. അപ്പോൾ അതിൻ്റെ ലെറ്റർ എഴുതാം. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സഹോദരനാണ് ബിന്യാമീൻ. അപ്പം അതിൻ്റെ ബി എഴുതാം. അമാലിക്ക രാജാവ് ജാലൂത്ത്. അപ്പം അതിൻ്റെ സി എഴുതാം. അടുത്ത ഇനി പൂരിപ്പിക്കാനാണ്. താബൂത്ത് അധീനപ്പെടുത്തിയത് മുതൽ ഡേഷ് സമൂഹത്തിൽ രോഗങ്ങളും ആപത്തുകളും വർദ്ധിച്ചു. താബൂത്ത് അമാലിക്ക അധീനപ്പെടുത്തിയതോടെ ആ സമൂഹത്തിൽ രോഗങ്ങളും ആപത്തുകളും വർദ്ധിച്ചു. നാടുവിട്ട ഡേഷ് മദിയനിൽ ഷുഐബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ വീട്ടിലാണ് എത്തിയത്. ആര്? മൂസ അലൈഹി ഇസ്ലാം മദിയനിൽ ഷുഐബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ വീട്ടിലാണ് എത്തിച്ചേർന്നത്. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ വഞ്ചകനായ ഡേഷ് എന്ന ശിഷ്യൻ ഒറ്റിക്കൊടുത്തു. ആരാണ്? യഹൂദ. വഞ്ചകനായ യഹൂദ എന്ന ശിഷ്യനാണ് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ഒറ്റിക്കൊടുത്തത്. അടുത്തത്, അയ്യൂബ് നബി അലൈഹി ഇസ്ലാം ഡേഷ് വർഷം ബഹിഷ്കരണം നേരിട്ടു. എത്ര വർഷമാണ്? 13 വർഷം. 13 വർഷം ബഹിഷ്കരണം നേരിട്ടിട്ടുണ്ട് അയ്യൂബ് നബി അലൈഹി ഇസ്ലാം. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കുപ്പായം ഡേഷ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാഴ്ച തെളിഞ്ഞു. മുഖത്തിട്ടപ്പോഴാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കുപ്പായം യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മുഖത്തിട്ടപ്പോൾ കാഴ്ച തെളിഞ്ഞു. മൂസ അലൈഹി ഇസ്ലാം ഡേഷ് വയസ്സ് വരെ ഫിർഔൻ്റെ കൊട്ടാരത്തിൽ വളർന്നു. എത്ര വയസ്സായിരുന്നു? 30 വയസ്സ് വരെയാണ് കൊട്ടാരത്തിൽ വളർന്നത്. ഫിർഔനിൻ്റെ കൊട്ടാരത്തിൽ വളർന്നത്. അടുത്തത്, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. ബിൽക്കീസ് രാജ്ഞിയുടെ നാട് യമനാണ്. സബയിലെ യമൻ. സബൂർ എന്ന വേദഗ്രന്ഥം നൽകപ്പെട്ട നബി ദാവൂദ് അലൈഹി ഇസ്ലാമിനാണ് സബൂർ എന്ന വേദഗ്രന്ഥം നൽകപ്പെട്ടത്. ഭരണമേൽക്കുമ്പോൾ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ വയസ്സ് 13 വയസ്സായിരുന്നു. ഭരണമേൽക്കുമ്പോൾ സുലൈമാൻ അലൈഹി ഇസ്ലാമിൻ്റെ വയസ്സ് 13 വയസ്സ്. ബനു ഇസ്രായേലിലെ അവസാനത്തെ നബി ഈസാ അലൈഹി ഇസ്ലാം. മൂസ അലൈഹി ഇസ്ലാം എത്ര വർഷം പ്രബോധനം നടത്തി? മൂസ അലൈഹി ഇസ്ലാം എത്ര വർഷമാണ്? 30 വർഷം. 30 വർഷം ഫിറൗൻ്റെ വീട്ടിൽ താമസിച്ചു. 30 വർഷം ഭരണം നടത്തി. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്തതാ,
നീനവ നാട്ടിലേക്ക് നിയുക്തനായ പ്രവാചകനാണ് യൂനുസ് അലൈഹിസ്സലാം. നീനവ നാട്ടിലേക്ക് നിയുക്തനായ പ്രവാചകനാണ് യൂനുസ് അലൈഹിസ്സലാം. അടുത്തത് ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഇബ്രാഹിം അലൈഹി ഇസ്ലാം പ്രവചിച്ചത് എന്തായിരുന്നു? എൻ്റെ സന്താനങ്ങളിൽപ്പെട്ട ഒരാൾ മുഖേനയാണ് ഈജിപ്ത് രാജാവിൻ്റെ നാശം. എൻ്റെ സന്താനങ്ങളിൽപ്പെട്ട ഒരാൾ മുഖേനയാണ് ഈജിപ്ത് രാജാവിൻ്റെ നാശം. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭരണപ്രദേശം ഏതായിരുന്നു? ഐക്ക മുതൽ യൂഫ്രട്ടീസ് നദി വരെയായിരുന്നു ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭരണപ്രദേശം. നീ ദുഃഖിക്കരുത്, സന്ദർഭം വിവരിക്കുക. മറിയം ബീവി ജനങ്ങളുടെ ആക്ഷേപം ഭയപ്പെട്ടപ്പോൾ അള്ളാഹു പറഞ്ഞതാണ്. നീ ദുഃഖിക്കരുത്. അടുത്തതാ, കളിക്കാൻ ക്ഷണിച്ച കുട്ടികളോട് യഹ്യ അലൈഹിസ്സലാം പറഞ്ഞത് പറഞ്ഞത്? കളിക്കാനല്ല നാം സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ് യഹ്യ അലൈഹിസ്സലാം പറഞ്ഞത്. യൂനുസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സ്വപ്നം എങ്ങനെയാണ് പുലർന്നത്? മാതാപിതാക്കളും 11 സഹോദരങ്ങളും അദ്ദേഹത്തെ കുനിഞ്ഞു വണങ്ങി. അങ്ങനെയാണ് യൂനുസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സ്വപ്നം പുലർന്നത്. അടുത്തത്, അല്ലാഹു തആല ബനു ഇസ്രായീലിനെ ശിക്ഷിക്കാൻ എന്തായിരുന്നു കാരണം? ബനു ഇസ്രായീലരിൽ ദോഷങ്ങൾ കൂടുകയും അവരിൽ ചിലർ നബിമാരെ വധിക്കുകയും ചെയ്തത് കാരണമാണ്. അല്ലാഹു തആല അവരെ ശിക്ഷിക്കാൻ കാരണമായത്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് അല്ലാഹു തആല അധീനപ്പെടുത്തി കൊടുത്തു. എന്തെല്ലാമാണ്? സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് അല്ലാഹു തആല അധീനപ്പെടുത്തി കൊടുത്തി. പക്ഷികളെയും വന്യജീവികളെയും മനുഷ്യരെയും ജിന്നുകളെയും പിശാചുക്കളെയും കാറ്റിനെയും ഒക്കെ അല്ലാഹു തആല അധീനപ്പെടുത്തി കൊടുത്തു. ഇനി 5 വരി കുറയാതെ എഴുതാൻ വന്നത്. യഹ്യ അലൈഹി ഇസ്ലാമിൻ്റെ രക്തസാക്ഷിത്വം എന്തായിരുന്നു? യഹ്യ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് ഡമസ്കസിൽ അധർമ്മിയായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് തനിക്ക് വിവാഹം ചെയ്യാൻ പാടില്ലാത്ത ഒരു ബന്ധുവിനെ വിവാഹം കഴിക്കാൻ ഒരുങ്ങി. ആ വിവാഹത്തെ യഹ്യ നബി അലൈഹി ഇസ്ലാം നിരോധിച്ചു. യഹ്യ നബിയുടെ ശിരസ് തനിക്ക് സമ്മാനിക്കണമെന്ന് കാമുകനോട് ആവശ്യപ്പെട്ടു. ശപിക്കപ്പെട്ട രാജാവ് അവളുടെ ആവശ്യത്തിന് വഴങ്ങി വധിക്കാൻ ആളെ വിട്ടു. അങ്ങനെ യഹ്യ നബി അലൈഹി ഇസ്ലാം രക്തസാക്ഷിയായി. അതൊക്കെ നമ്മൾ റിവിഷനിൽ പറയുന്നുണ്ട്. അതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കട്ടെ പാഠഭാഗത്തിൽ. ഇനി ഷുഐബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനത മദിയൻ നിവാസികളിലേക്ക് ഷുഐബ് നബിയെ നിയോഗിക്കപ്പെട്ടത്. നിവാസികളിലേക്കാണ് ഷുഐബ് നബി അലൈഹി ഇസ്ലാമിനെ നിയോഗിക്കപ്പെട്ടത്. അവിടെയുള്ളവർ മുശ്രിക്കുകളായിരുന്നു. അളവിലും തൂക്കത്തിലും വഞ്ചന നടത്തുന്നവരും യാത്രക്കാരെ കൊള്ളയടിക്കുന്നവരുമായിരുന്നു. ഷുഐബ് നബി അലൈഹി ഇസ്ലാം അവരെ സത്യത്തിലേക്ക് ക്ഷണിച്ചെങ്കിലും അവർ നിഷേധിക്കുകയും പരിഹസിക്കുകയും ചെയ്തു. പ്രബോധനം തുടർന്നപ്പോൾ ചിലർ വിശ്വസിച്ചു. നബിയുടെ സ്വാധീനം കൂടുമെന്ന് ഭയപ്പെട്ട് അവർ ഷുഐബ് നബി അലൈഹി ഇസ്ലാമിനെ കല്ലെറിഞ്ഞു കൊല്ലുമെന്നും അനുയായികളോടൊപ്പം നാടുകടത്തുമെന്നും ഭീഷണിപ്പെടുത്തി. അവർ നബിയെ സത്യവാദിയാണെന്ന് തെളിയിക്കാൻ വെല്ലുവിളിച്ചു. അപ്പോൾ അള്ളാഹു അവരെ പരീക്ഷിച്ചു. അപ്പോൾ അതാണ് ഷുഐബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനത. അപ്പോൾ അതൊക്കെ അതേപോലെ നമ്മൾ ഓരോ പാഠത്തുനിന്നും വ്യത്യസ്ത പോയിന്റുകൾ 5 വരി കുറയാതെ മനസ്സിലാക്കി പഠിക്കാറുണ്ട്. അതൊക്കെ നമ്മൾ റിവിഷനിൽ പറയുന്നുണ്ട്. അതൊക്കെ ഉപകാരപ്പെടുത്തണം കേട്ടോ. അപ്പോൾ റിവിഷൻ ക്ലാസ്സുകളൊക്കെ ലഭിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ മൊബൈൽ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. അതിൻ്റെ പ്ലേലിസ്റ്റ് അയച്ചുതരാം. 82 89 89 29 85. അപ്പോൾ ഉപകാരപ്പെടുത്തുക. ഇനിയുള്ള ദിവസങ്ങൾ മാക്സിമം പഠനത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും തെറ്റുകളൊക്കെ പെട്ടുപോയേക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.